ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പം എന്തൊക്കെയാണ് നോക്കൂ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കും കേട്ടോ. ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ തൊടിക്കൂടി ഇങ്ങനെ പോയപ്പോൾ യാദൃശികമായിട്ട് നമുക്ക് കുറച്ച് അരിക്കൂന് കിട്ടിയിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ പറിക്കണ ആ രസങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ ഇന്നിതാ നമ്മൾ തൊടിയിൽ ഇറങ്ങണ്ടേന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കരുത്. നല്ല വെയിലായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ദിവസമായിട്ട് യാത്രയിലായിരുന്നു. മാളും അവൾ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മാള് വന്നിക്കണം. മാള് വന്ന് നിൽക്കുന്നതിന് തിരക്കൂട്ടാൻ തുടങ്ങി. അപ്പോൾ അതാ തൊടിക്കൂടി പോവില്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇപ്പോൾ കുറച്ച് ഒരു മഴക്കാർ കൂടിയ പോലെ ഉണ്ട് പോരേന്നും പറഞ്ഞൊരു ഷാളൊക്കെ പൊതിച്ച് വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോവാട്ടോ. അപ്പോൾ അതാ വാഴത്തോട്ടത്തിൽ കൂടി ഇങ്ങനെ പോയി നമ്മൾ വീട്ടിലെത്താനായ സമയത്തുണ്ട് ഒരുപാട് അരിക്കൂന് ഇങ്ങനെ വിടർന്ന് നിൽക്കണേ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഒന്ന് കാണാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ മക്കളെ കൂണ് പറിച്ച് കുഴങ്ങിട്ടോ. ശരിക്കും പറഞ്ഞാൽ പെരുക്കാലിക്കൂണും നമ്മുടെ മാനടക്കൂണും പറിക്കണ പോലെ അല്ല, അത് കുറച്ച് പണിയുണ്ട് കേട്ടോ. ഇതൊരു കൂട്ടാൻ വെക്കണമെങ്കിൽ കുറച്ച് വേണം. ഇന്ന് ശരിക്ക് മാള് പറയാ തൊടിക്കൊന്ന് തൊടിക്കൊന്ന് പോവാന്ന് കുറേ സമയമായി പറയണു. അപ്പൊ ഞാൻ പറഞ്ഞു വെയിലാണ്, ഗ്ലാമർ പോവുള്ളൂ, അതൊക്കെ ഒന്ന് വരാണ്ടിരിക്കുന്നത്. അപ്പൊ ഷാളൊക്കെ എടുത്ത് പൊതച്ച് പോകുന്നത്. നല്ല വെയിലാട്ടോ. കുറച്ച് സമയം ഇവിടെ ഇരിക്കുമ്പോൾ ചൂടെടുത്ത് വേർത്തൊരിക്കുകയാണ്. അപ്പൊ അതിങ്ങനെ വിരലിന്റെ അടിയിൽ കൂടി ഇങ്ങനെ പറിക്കാനാ സുഖം കേട്ടോ. അങ്ങനെ പറിക്കുമ്പോ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ പൂവൊന്നും പോണില്ല, ഒരുപാടുണ്ട് കേട്ടോ. അപ്പൊ മക്കളെ വേർത്ത് പൊളിച്ചിട്ടോ പൂണ് പറിക്കി നല്ല വെയിലുണ്ട്. നല്ല രസം കാണാനിട്ടോ. നമ്മുടെ ഈ അരിക്കൂണ് പറയണ ഈ അരി വെതറിയ പോലെ നല്ല ഭംഗി കേട്ടോ. എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ ഈ ഒരു ഏരിയയിൽ മൊത്തം ഉണ്ട് കേട്ടോ. നല്ല രസം. അയ്യോ കുഴങ്ങിന്ന് തന്നെ പറയാം. നല്ല വെയില്, നല്ല ചൂട്. ഈ കൂണ് മറ്റേ കൂണിന്റെ പോലെയുള്ള വലുപ്പമൊന്നുമില്ല കേട്ടോ. കുഞ്ഞി കൂടാണ് കണ്ടോ. എല്ലായിടത്തും ഉണ്ടായിക്കണ് കുറേശ്ശെ. മക്കളെ കൂൺ പറിച്ച് കുഴങ്ങിന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്താ ഒരു കുടം വെള്ളം കിട്ടിയെങ്കിൽ ഇപ്പൊ കുടിക്കാമായിരുന്നു, അത്രയും ദാഹമുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഫാസ്റ്റ് പാസഞ്ചർ പോണ പോലെ പോവുക. ആ പോണ പോക്കിലാണ് മാളിതാ അരിക്കൂന്. ഞാൻ തന്നെയല്ലേ കണ്ടത്? ആര് കണ്ടു? ഞാൻ തന്നെ കണ്ടത്. അരിക്കൂനടിയെന്ന് എവിടെ വെച്ച് പിന്നെ അരിമുല്ല അരിക്കൂന് കണ്ടിട്ടില്ല എന്നാരും പറയരുത് കേട്ടോ. നമ്മള് പോയി കഴുകി വൃത്തിയാക്കി അധികമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പറഞ്ഞ പോലെ തന്നെ ഇത് കഴുകി വൃത്തിയാക്കിയപ്പോൾ ഇത്തിരിയേ കിട്ടിയുള്ളൂ കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഈ അരിക്കൂവിൻ്റെ കാല് വണ്ണില്ലാത്തതാണ്. അപ്പോൾ അതിൽ ചെളി ഉള്ളത് കൊണ്ട് നമുക്ക് ആ മണ്ണ് കളയാൻ വേണ്ടിയിട്ട് അതിൻ്റെ പകുതി കട്ട് ചെയ്യേണ്ടി വന്നിട്ട്. പെരുക്കാലിക്കൂനും മാനെടുക്കാനും കൂനൊക്കെ നമുക്ക് മണ്ണുണ്ടെങ്കിലും അതിൻ്റെ തൊലി ചീന്തി കളഞ്ഞാൽ ഇത്തിരിയേ പോവുള്ളൂ. നല്ലോണം കാമ്പുണ്ടാവും. ഇനി നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുത്ത് ഇതിൻ്റെ കട്ട് കളയാട്ടോ. എന്നിട്ട് ഒരു ചട്ടിയിൽ ഇത്തിരി ചെറിയുള്ളിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് കൂടുതൽ പുരട്ടി പിടിപ്പിച്ച് ഇനി ചെറിയ തീയിലിങ്ങനെ ആവിക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുകയാണ്. വെന്തതിന് ശേഷം ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ. മഷ്റൂം ടേസ്റ്റ് നോക്കാട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. കുറച്ച് പറിക്കാൻ പണി പെട്ടാലും എന്താ അടിപൊളി ടേസ്റ്റ് ആട്ടോ. അടിപൊളി. ചോറിൽ കൂട്ടി കുഴച്ചാണ്ട് തിന്നാം. ഇനി കുറച്ച് ചോറ് ഇടട്ടെ. ചോറിൽ കൂട്ടി അങ്ങോട്ട് കുഴച്ചാണ്ടല്ലോ. അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഒരു രക്ഷയില്ല. കുറച്ച് പണി പെട്ടാലൊന്നും കുഴപ്പമില്ല കേട്ടോ. ഞാൻ തൊടിയിൽ കിട്ടുമ്പോൾ പറിച്ചുള്ളൂണ്ടേ. അടിപൊളിയായിട്ടോ. ഇത് കഴിക്കാൻ പറ്റുന്ന കൂൻ തന്നെയാണ്. നമ്മളൊന്ന് തിളപ്പിച്ച് ഊറ്റി കേട്ടോ. ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ടൊന്ന് തിളപ്പിച്ച് ഊറ്റിയിട്ടാണ് വേവിച്ചത്. അപ്പോൾ ഇത് കണ്ടാൽ ആരും കളയരുത് കേട്ടോ. ഇത് വിഷക്കൂനാണ് വിചാരിച്ചിട്ട് നല്ല അടിപൊളി കൂനാട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളെ ഇറച്ചിയും ചിക്കനൊക്കെ അവിടെ വെക്കും, അത്രയും ടേസ്റ്റാണ്.